വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ആമസോൺ ഫുഡ്വെയർ ഹോൾ വീഡിയോ ആണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ചെരുപ്പുകളുടെ ഹോൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലിടുന്ന ചെരുപ്പ് മുതൽ പാർട്ടി വെയർ ചപ്പൽ വരെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ വായിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ടേക്ക്. ആദ്യം തന്നെ മാക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബ്ലാക്ക് കളറിലുള്ള സാൻഡൽസ് ആണ്. ഇതാണ് ഫ്ലാറ്റ്സ്. ഇതിൻ്റെ ഡിസൈനൊക്കെ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ട്രാപ്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്, സോഫ്റ്റ് ആണ്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ്, എൻ്റെ സൈസ് 6 ആണ് ഞാൻ പൊതുവെ എടുക്കാറുള്ളത് ബ്രാൻഡ്സിൻ്റെ ഒക്കെ. 6 എന്ന് പറയുമ്പോൾ 39. അപ്പോൾ ഇതിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ സ്ട്രാപ്സ് ഇങ്ങോട്ടേക്ക് മേലോട്ടേക്ക് വരുമ്പോഴത്തേനും ചെറുതാണ്. അപ്പോൾ ഈ ഭാഗം എൻ്റെ കാലിൻ്റെ ഈ ഒരു ഭാഗം കുറച്ച് വിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയാകുമ്പം ഈ കുഞ്ഞി വിരൽ കുറച്ച് താഴോട്ടേക്ക് വരും. അപ്പം ഈ വിട്ടുള്ളവരില്ലേ ഫ്രണ്ടിൽ, കാലിൻ്റെ കുറച്ച് ഫ്രണ്ടിൽ, അതായത് പാദം ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് വിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറിജിനൽ സൈസിനേക്കാളും ഒന്ന് കൂട്ടിയെടുക്കുന്നത് നല്ലത്. കുറച്ച് പുറകിൽ സൈസ് സാരമല്ല, കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇപ്പം അതായത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില ചെരുപ്പുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ ഈ ഭാഗത്ത് നമുക്ക് കുറച്ചൊരു ടൈറ്റ് പോലെ തോന്നുന്നുണ്ടാവും നമ്മൾ ഒറിജിനൽ നമ്മുടെ യൂഷ്വൽ സൈസ് എടുത്താലും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ മോഡൽ ചെരുപ്പിന് ഒരു സൈസ് അധികം എടുത്താൽ മതി. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ചെരുപ്പുകളുടെ ഒക്കെ സൈസ് ഇങ്ങനെ എന്താ പറയുക, ബാക്കിൽ ഇങ്ങനെ കുറച്ച് വലുത് തന്നെയാണ് എനിക്ക്. ഞാൻ കറക്റ്റ് ഫിറ്റിലുള്ള ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ റേറ്റ് 399 ആണ്. ആ ഒരു റേറ്റിന് എനിക്കിത് വേർത്തായിട്ട് തോന്നി. ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു ചെരുപ്പാണ്. അടുത്തതും മാക്സിൻ്റെ തന്നെയാണ് സ്ലിപ്പേഴ്സ്. വീട്ടിലിടാനൊക്കെ പറ്റിയ, പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റും. ഇതിൻ്റെ സ്ട്രാപ്സ് കണ്ടോ, നല്ല ഡിസൈനൊക്കെ ഉള്ള സ്ട്രാപ്സ് ആണ്. പിന്നെ ഇത് കാണാനും എന്താ പറയുക, നമ്മൾ ആ ഒരു സ്ട്രോ ബാഗ്സിൻ്റെ ഒക്കെ പോലെയുള്ള അങ്ങനത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാനൊക്കെ. ഇതും ഞാൻ 6 തന്നെയാണ് എടുത്തത്. എനിക്ക് ഓക്കെയാണ് സൈസ്. അതായത് നിങ്ങളുടെ യൂഷ്വൽ സൈസ് എടുത്താൽ മതി. ഇതെനിക്ക് തോന്നുന്നു 269 ആ ഒരു റേറ്റ്, അതാണ് തോന്നുന്നത് ഇതിൻ്റെ റേറ്റ്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ഞാനിതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലിടും. പ്രൈസ് ഒറിജിനൽ, അതായത് കറക്റ്റ് പ്രൈസ് അറിയാമെങ്കിൽ ഞാനിവിടെ ഇത് മെൻഷൻ ചെയ്യാം. എന്തായാലും ആ ഒരു 269 299 ഒക്കെ ആണെങ്കിൽ ഇതിന് വേർത്താണ് കേട്ടോ. ഈവൻ 300 പോലും വേർത്ത് ആയിട്ടുള്ള സ്ലിപ്പറാണ്. അടുത്തതും മാക്സിൻ്റെ തന്നെയാണ്. ഇതും നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയതാണ്, വീട്ടിലിടാനൊക്കെ പറ്റിയ സ്ലിപ്പറാണ്. ഇതിൻ്റെ റേറ്റ് 399 ആണ്. ഇതും നല്ല കംഫർട്ടബിൾ ആയിടാനൊക്കെ. കണ്ടോ, ഇതിന് കളർ ചേഞ്ചസ് ഉണ്ട്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കളർ ചേഞ്ചസ് ഒന്നും കാണിക്കില്ല. പക്ഷെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുമല്ലോ ഒരേ മോഡൽ ഉള്ളത്, അപ്പോൾ വേറെ വേറെ കളേഴ്സൊക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും ആ ഒരു റേറ്റിനുണ്ട്. പിന്നെ മാക്സിൻ്റെ ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റിയും നല്ലതാണ്. അടുത്തത് ഡെനിം ഡിസൈനിൽ വരുന്ന ഒരു ഫ്ലാറ്റ്സ് ആണ്. ഇതും മാക്സിൻ്റെ ആണ്. നല്ല ഭംഗിയില്ലേ കാണാൻ, കുറച്ച് എംബലിഷ് ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല സോഫ്റ്റ് ഒക്കെയാണ് ഇടാൻ. ഇത് എന്താ പറ്റിയത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തത് 6 ആണ്. ഞാൻ ഓർഡർ ചെയ്തൊരു കുറച്ച് അവേഴ്സിന് ശേഷം അത് ഔട്ട് ഓഫ് സ്റ്റോക്കായി. അപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ഇവരെന്തായാലും സൈസ് എന്തായാലും മാറ്റിയിട്ടായിരിക്കും എനിക്ക് അയക്കുവാന്ന്. എനിക്ക് അയച്ച സൈസ് 37 ആണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഏതോ 2 ചെറിയ സൈസ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ 37 എനിക്ക് ഒരു കണക്കിനും പാകാവുന്നില്ല. അതുകൊണ്ടാണ് ഞാനിതിൻ്റെ ട്രൈ ഓൺ പാർട്ടൊന്നും കാണിക്കാണ്ടിരുന്നത്. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ വെയറിൻ്റെ കൂടെയും എത്തനിക് വെയറിൻ്റെ കൂടെയൊക്കെ ഒരേപോലെ പോകുന്ന ഒരു ചപ്പലായത്. നല്ല ഭംഗിയില്ല കാണാൻ. ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഇത് വെള്ളം തട്ടിക്കാനൊന്നും പറ്റില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനത്തെ ചപ്പല, പക്ഷെ നമുക്ക് സമ്മറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന. അടുത്തതൊരു പാർട്ടി വെയർ ചപ്പലാണ്. ഷൂട്ടോപ്പിയ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ. ഇത് ഹീൽസ് ആണ്, ബ്ലോക്ക് ഹീൽസ് ആണ്. ഞാൻ എടുത്തത് ഗോൾഡൻ കളറിലില്ല, ഇതിൻ്റെ തന്നെ സിൽവറും ഉണ്ട്. കണ്ടോ, നല്ല ഭംഗിയിൽ. ഇവിടെ ഈ സ്റ്റോൺസ് ഒക്കെ എന്താ പറയുക, നല്ല രീതിയിൽ നല്ല ഫിനിഷിംഗ് ഒക്കെയാണ്, നല്ല ക്വാളിറ്റി ആണ്. ഇതും ഞാൻ എടുത്തത് 39 ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ ഭാഗം കുറച്ച് ചെറുതായിട്ടാവുള്ള ഈ സൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് നെക്സ്റ്റ് സൈസ് ആയിരിക്കും എനിക്ക് ഓക്കെ ആവാം. അപ്പോൾ ഇതുപോലെയുള്ള ബ്രാൻഡിൻ്റെ ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന കുറേ ഡ്രസ്സുകളുടെ കൂടെയൊക്കെ പോകും, സാരീസിൻ്റെ ഒക്കെ കൂടെ.
ഇനിയിപ്പം എല്ലാത്തിൻ്റെ കൂടെയും, അതായത് സിൽവർ ഡിസൈനിൻ്റെ കൂടെയും ഗോൾഡിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ പാർട്ടി വെയർ വാങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനത്തെ ഹീൽസ് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ മോഡൽ വാങ്ങിക്കുക. എന്നിട്ട് ട്രാൻസ്പെറൻറ്റ് ഡിസൈൻ വരുന്നുണ്ട്, ഇതിൻ്റെ മേലെ ഭാഗം ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ആ ഡിസൈൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും പോകും. സിൽവർ ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, റോസ് ഗോൾഡ് ആയിക്കോട്ടെ, വൈറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെ കൂടെയും പോകുന്നതാണ് ആ ഒരു ഫുഡ് വെയർ എന്ന് പറയുന്നത്. അപ്പം അത് ഷൂട്ടോപ്പിയിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ല, എല്ലാത്തിലും ഉണ്ട്. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ റേറ്റിലുള്ള പാർട്ടി വെയർ ഫുഡ് വെയർ ഒക്കെ കിട്ടുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആൻഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 589 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് മോച്ചി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എത്നിക് ഫ്ലാറ്റ്സ് ആണ്. ഈ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും കോസ്റ്റ്ലി ആണ്. കാരണം ഇതിൻ്റെ റേറ്റ് വരുന്നത് 1000 സംതിങ് ആണ്. 1000 15,000 1020 ആ ഒരു റേറ്റിലാണ് ഈ ഒരു ഫ്ലാറ്റ്സ് വരുന്നത്. ഇതാണ് ബ്ലാക്ക് കളറിൽ അടിപൊളി ഡിസൈനൊക്കെ ഉണ്ട്, ഷെൽഫ് ഡിസൈനൊക്കെ ആയിട്ട്, കുറച്ച് ബീഡ്സ് ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. എത്നിക് വെയർസിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. ഈവൻ ലിനനിലൊക്കെ വരുന്ന ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്തിടുവാണെങ്കിൽ ശരിക്കും ഒരു ബീച്ച് സാൻഡൽസ് പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ ബീച്ചിലൊക്കെ പോയി കഴിച്ചാൽ ഈ ചെപ്പൽ എന്തായാലും പോവും. പക്ഷേ നമ്മൾ ബീച്ച് ബാഗ്സിൻ്റെ ഒക്കെ കൂടെ, നമ്മൾ ഈ സ്ട്രോ ബാഗ്സിൻ്റെ ഒക്കെ കൂടെ ഇടാൻ നല്ല രസമുണ്ടാവും ഈ ഒരു ഫ്ലാറ്റ്സ്. ഇതിൻ്റെ തന്നെ ബ്ലോക്ക് ഹീൽസും അവൈലബിൾ ആണ്. അത് കുറച്ച് കൂടുതലാണ്, 1500 വരുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. പിന്നെ മോച്ചി മെട്രോ അറിയാലോ, അത്യാവശ്യം അതിൽ റേറ്റ് ഉള്ളതും ഉണ്ട്, അഫോർഡബിൾ ആയിട്ടുള്ളതും ഉണ്ട്. അപ്പം എൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെത്. പക്ഷെ എനിക്കൊന്ന് വേറെ മോഡലാണ്. അത് റേറ്റും ഓൾമോസ്റ്റ് ഇത്ര തന്നെയാണ്. പക്ഷെ അത് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇതിനും ഞാൻ ആ ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇത്രയും ചെരുപ്പുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ നോക്കാമല്ലോ. അപ്പോൾ ഇത്രയും റിപ്പീറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം നല്ല വീഡിയോ ആയിട്ട്. അതുവരെയും ബൈ.